ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ജീരക കഞ്ഞി, നമ്മുടെ റമദാനിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള ജീരക കഞ്ഞിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ മിൻറ്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, ചെറിയ ജീരകം, ഉലുവ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മുടെ ബീഫ് അല്ലെങ്കിൽ മട്ടൺ നല്ല ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചത്, അത് കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബേ ലീവ്സ്, ഒരു ചെറിയൊരു പീസ് പട്ട, 4 കറാമ്പൂ, 1 ഏലക്ക. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ജീരകശാല ബിരിയാണി റൈസ് സോക്ക് ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമുക്കിനി ഇതിലേക്ക് ജീരകം, ഉലുവ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും അതേപോലെ തന്നെ ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പട്ട, കറാമ്പൂ, ഏലക്ക, അതേപോലെ ബേ ലീവ്സ് എടുത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഞ്ഞിക്ക് കുറച്ച് കളർ കിട്ടും. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ചെറിയ പീസാക്കണമെന്നൊന്നുമില്ല, വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇടാം. ഇനി നമുക്കിതിലേക്ക് പുതിന ഇല, മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് നന്നായി ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ബീഫോ മട്ടണോ തന്നെ വേണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നല്ല സ്മോൾ പീസസ് ആക്കണമെന്നുണ്ട്. നമ്മുടെ അരി പരിപ്പും സോക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മുടെ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ അത്യാവശ്യം വെള്ളം വേണം. സോ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം, നമ്മൾ ബിരിയാണിക്കൊന്നും വെക്കുന്ന പോലെയല്ല, ഒരു കഞ്ഞിയല്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് വെക്കുക. കുറച്ച് കൂടുതൽ തന്നെ വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് ഒരു 3-4 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഓഫ് ചെയ്യാം. നമ്മുടെ കഞ്ഞി ഇതാ വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഫുൾ വിസിലും പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോൾ ഇതാ നമ്മളെ കഞ്ഞി ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി അല്ലെങ്കിൽ മസാലക്കഞ്ഞി അല്ലെങ്കിൽ നോമ്പുതുറ കഞ്ഞി എന്നൊക്കെ പറയുന്ന കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഞാൻ വിചാരിച്ചതിലേറെ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ അങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.